വചനമൊഴി ശ്ലീഹാകാലം 4-ാം ഞായർ. വചനഭാഗം നിയമാവർത്തനം 1:16-18, ഏശയ്യ 1:10-20, 1 കോരിന്തോസ് 9:19-27, ലൂക്കായുടെ സുവിശേഷം 6:27-36. പരിശുദ്ധാരൂപിയുടെ അഭിഷേകം സ്വീകരിച്ച സ്ലീഹന്മാർ സുവിശേഷം പ്രഘോഷിച്ച് സഭാസമൂഹങ്ങൾ സ്ഥാപിതമാകുന്നതിനെ അനുസ്മരിക്കുന്ന സ്ലീഹാകാലത്തിലെ 4-ാം ഞായറാഴ്ച ദൈവവചന പ്രഘോഷണങ്ങളെല്ലാം സഭാ സമൂഹത്തിന്റെ ജീവിത ശൈലി എങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ മലയിലെ പ്രസംഗത്തിൽ ശിഷ്യന്മാരുടെ ജീവിതശൈലി എപ്രകാരമായിരിക്കണമെന്ന് വിവരിക്കുന്നതിന് സമാനമായി ലൂക്കാ സുവിശേഷകൻ നൽകുന്നതാണ് 6-ാം അധ്യായത്തിൽ വിവരിക്കുന്ന സമതല പ്രഭാഷണം. അതിന്റെ ഭാഗമായുള്ളതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുമുള്ള 1-ാമത്തെ പ്രഘോഷണം ഇസ്രായേൽ സമൂഹത്തിന്റെ ജീവിത ശൈലി എപ്രകാരമായിരിക്കണമെന്ന് നിർദ്ദേശിക്കുന്നതിന്റെ ഭാഗമാണ്. വചനമനുസരിച്ച് ജീവിക്കാത്ത ജനതയ്ക്കുള്ള മുന്നറിയിപ്പാണ് ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും ശ്രവിക്കുന്നത്. തങ്ങൾ അർപ്പിക്കുന്ന ബലികളേക്കാൾ കർത്താവ് ആഗ്രഹിക്കുന്നത് അവിടുത്തെ വചനമനുസരിച്ചുള്ള ജീവിതമാണ്. ദൈവത്തിന്റെയും മിശിഹായുടെയും നിയമത്തിന് വിധേയനായി ജീവിക്കുന്നതിനെ കുറിച്ചാണ് പൗലോസ് കോരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിലൂടെ പഠിപ്പിക്കുന്നത്. 1-ാമത്തെ പ്രഘോഷണം എടുത്തിരിക്കുന്ന നിയമാവർത്തന പുസ്തകത്തിന്റെ ഉള്ളടക്കം മൊവാബ് താഴ്വാരത്ത് വെച്ച് മോശ ഇസ്രായേൽ ജനത്തിന് നൽകുന്ന ഉപദേശരൂപേണയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. ഈ പുസ്തകത്തിന്റെ ആദ്യ 4 അധ്യായങ്ങളിൽ വിവരിക്കുന്നത് ഇസ്രായേൽ ജനം സീനായ് മലയുടെ താഴ്വാരത്ത് നിന്ന് പുറപ്പെട്ട് മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത 40 വർഷക്കാലത്തെക്കുറിച്ച് മോശ ജനത്തെ അനുസ്മരിപ്പിക്കുന്നതാണ്. തുടർന്നുള്ള അധ്യായങ്ങളിൽ വാഗ്ദത്ത നാട്ടിൽ പ്രവേശിച്ചതിനു ശേഷം ജനത്തിന്റെ ജീവിതം എപ്രകാരമായിരിക്കണമെന്ന മോശയുടെ നിർദ്ദേശങ്ങളാണ്. ഈജിപ്തിൽ നിന്നുമുള്ള വിമോചനത്തിന് ശേഷം മോശ ഇസ്രായേൽ ജനത്തെ നയിച്ചു തുടങ്ങിയപ്പോൾ ജനത്തിനിടയിൽ ധാരാളം പ്രശ്നങ്ങളും തർക്കങ്ങളും വഴക്കുകളും ഉണ്ടായിരുന്നു. മോശയായിരുന്നു അവർക്ക് മധ്യസ്ഥനും ന്യായാധിപനും. എന്നാൽ മോശയ്ക്ക് തന്നെ തീർക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ വർദ്ധിച്ചപ്പോൾ തന്റെ അമ്മായിയപ്പനും മിദ്യാനിലെ പുരോഹിതനുമായ ജത്രോയുടെ വാക്കുകൾ ദൈവഹിതമായി ഗ്രഹിച്ച മോശ ന്യായാധിപന്മാരെ നിയമിക്കുകയാണ്. ഇക്കാര്യത്തെക്കുറിച്ച് മോശ ജനത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് 1-ാമത്തെ പ്രഘോഷണം. സഹോദരങ്ങളുടെ ഇടയിലെ തർക്കങ്ങൾ വിചാരണ ചെയ്യണമെന്നും ജനത്തെ മുഖനോട്ടമില്ലാതെ നീതിപൂർവം വിധിക്കണമെന്നും ന്യായവിധി ദൈവത്തിൻ്റെതാകിയാൽ മനുഷ്യരെ ഭയപ്പെടേണ്ട എന്നും അതിനാൽ പ്രത്യേക പരിഗണനകളൊന്നും കൂടാതെ വിധിക്കണമെന്നും അവർക്ക് വിധി പറയാൻ പറ്റാതെ വരുന്ന അവസരത്തിൽ തന്റെ പക്കൽ പ്രശ്നം കൊണ്ടുവരുവാനും മോശ ആവശ്യപ്പെടുന്നു. മോശ ജനത്തോട് ആവശ്യപ്പെടുന്നത് തങ്ങളുടെ ഇടയിൽ നിന്ന് ജ്ഞാനവും വിവേകവും അറിവുമുള്ള ആളുകളെ തെരഞ്ഞെടുക്കണമെന്നാണ്. പരിശുദ്ധാരൂപിയുടെ ദാനങ്ങളാണല്ലോ ജ്ഞാനവും വിവേകവും അറിവും. സ്ലിഹാകാലം ആചരിക്കുമ്പോൾ അരൂപിയുടെ ദാനങ്ങൾ സ്വീകരിക്കുവാനും അതിൽ വളരുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനുമാണ് സഭ നമ്മെ പ്രചോദിപ്പിക്കുന്നത്. 2-ാമത്തെ പ്രഘോഷണം ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നാണ്. മിശിഹായുടെ മനുഷ്യാവതാരത്തിനു മുൻപ് 8-ാം നൂറ്റാണ്ടിന്റെ അവസാന ഭാഗത്ത് യൂദയായിൽ പ്രസംഗിച്ച പ്രവാചകനാണ് ഏശയ്യ. മോശയുടെ നിയമമനുസരിച്ച് നീതിപൂർവം ജീവിക്കേണ്ടവർ കാലക്രമേണ നീതിയും ധർമ്മവും ഉപേക്ഷിച്ച് ജീവിക്കുന്നതും ദൈവവുമായുള്ള ബന്ധം കേവലം ആചാരങ്ങളിൽ ഒതുങ്ങുന്നതുമായ സാഹചര്യമുണ്ടായി, പ്രത്യേകിച്ച് ജനത്തിന്റെ നേതാക്കന്മാരും പ്രബലരുമായ ആളുകളുടെ ഭാഗത്തു നിന്ന്. ഇത്തരുണത്തിൽ യൂദയായിലെയും ജെറുസലേമിലെയും ജനത്തിനെതിരെ പ്രവാചകൻ നടത്തുന്ന വിധി പ്രസ്താവവും അനുതാപത്തിനുള്ള ആഹ്വാനവും അനുതപിച്ചാൽ കാരുണ്യപൂർവ്വം ക്ഷമിച്ച് ഐശ്വര്യം നൽകുന്ന ദൈവത്തെയുമാണ് പ്രവാചകൻ അവതരിപ്പിക്കുന്നത്. തിന്മയുടെയും അധർമ്മത്തിന്റെയും ആധിക്യവും ന്യായവിധിയുടെ തീവ്രതയും കാണിക്കുന്നതാണ് തന്റെ ജനത്തെ സോദോമിന്റെ അധിപതികളെ ഗൊമോറ ജനമേ എന്ന് പ്രവാചകൻ അഭിസംബോധന ചെയ്യുന്നതിലൂടെ സൂചിപ്പിക്കുന്നത്. സോദോമിന്റെ പാപവും ഗൊമോറായുടെ അനീതിയും ഏറ്റവും വലിയ ദുഷ്ടതയായിട്ടാണ് ബൈബിൾ ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. ധർമ്മവും നീതിയും പാലിച്ച് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനും
അവയില്ലാത്ത ബലിയർപ്പണങ്ങളും ആചാരങ്ങളും ദൈവമുൻപിൽ നിരർത്ഥകമാണെന്നും പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നു. വഴിതെറ്റിപ്പോകുന്നവരെ ആട്ടിപ്പായിക്കുന്നവനല്ല, മറിച്ച് ചേർത്തു നിർത്താൻ മാടി വിളിക്കുന്നവനാണ് അവിടുന്ന്. കർത്താവ് അരുൾ ചെയ്യുന്നു, നന്മ പ്രവർത്തിക്കാൻ ശീലിക്കുവിൻ, നീതി അന്വേഷിക്കുവിൻ, മർദ്ദനം അവസാനിപ്പിക്കുവിൻ, അനാഥരോട് നീതി ചെയ്യുവിൻ, വിധവകൾക്ക് വേണ്ടി വാദിക്കുവിൻ, വരുവിൻ, നമുക്ക് രമ്യതപ്പെടാം. നിങ്ങളുടെ പാപങ്ങൾ കടും ചെമപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ വെണ്മയുള്ളതായിത്തീരും. മൂന്നാമത്തെ പ്രഘോഷണത്തിൽ പ്രേക്ഷിതനുണ്ടായിരിക്കേണ്ട മനോഭാവമാണ് പൗലോസ് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ശ്ലീഹാകാലത്തെ ഒരു ധ്യാന വിഷയം തന്നെ സഭയുടെ പ്രേക്ഷിത പ്രവർത്തനം എന്നതാണ്. മിശിഹായുടെ സുവിശേഷം എല്ലാവർക്കുമായി നൽകപ്പെട്ടതാണ്. അതിനാൽ എല്ലാവരെയും നേടുക എന്നതാണ് തന്റെ ലക്ഷ്യം. അതിനുവേണ്ടി മിശിഹായുടെ നിയമം മുറുകെ പിടിച്ച് സുവിശേഷം പ്രസംഗിക്കുന്ന ശ്ലീഹായെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. യഹൂദർക്കും ജനതകൾക്കും ഒരേപോലെ ബാധകമായ ദൈവ നിയമം, അതായത് മിശിഹായുടെ നിയമം പാലിക്കാൻ ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മിശിഹായുടെ നിയമം എന്താണ് എന്നാണ് ഇന്നത്തെ സുവിശേഷം പറഞ്ഞു തരുന്നത്. മിശിഹായുടെ സുവിശേഷത്തിന്റെ കേന്ദ്രം വേറിട്ടൊരു ജീവിത ശൈലിയാണ്. അന്നുവരെയും പാലിച്ചു പോന്നിരുന്ന നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജീവിത ശൈലി. ശത്രുവിനെ വെറുക്കുക എന്നതിനു പകരം ശത്രുവിനെയും സ്നേഹിക്കുക, ദേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുക, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക തുടങ്ങി ഈശോ നിർദ്ദേശിക്കുന്ന വേറിട്ടൊരു ജീവിത ശൈലിയാണ് സുവിശേഷത്തിൽ നാം കാണുന്നത്. പഴയ നിയമം അതിന്റെ പൂർണ്ണതയിൽ പഠിച്ചിരുന്ന പൗലോസ് ഉപദേശിക്കുന്നത് മിശിഹായിൽ പഴയ നിയമത്തെയെല്ലാം പൂർത്തീകരിച്ച് മിശിഹായുടെ നിയമത്തെ ജീവിക്കുന്നവരാകുവിൻ, അതുവഴി എല്ലാവരെയും നേടുവിൻ എന്ന കാര്യമാണ്. സഭയിൽ പരിശുദ്ധാരൂപിയുടെ പ്രവർത്തനങ്ങളും പരിശുദ്ധാരൂപിയാൽ നിറഞ്ഞ അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളും അനുസ്മരിക്കുന്ന ശ്ലീഹാകാലത്തിന്റെ ചൈതന്യം പേറുന്നതാണ് ഇന്നത്തെ വചനഭാഗങ്ങളെല്ലാം. ഉത്തരവാദിത്തങ്ങളെല്ലാം ദൈവത്തിന്റെ പക്കൽ നിന്നുള്ളതാണ് എന്ന ബോധ്യത്തോടെ നീതിപൂർവ്വം നിറവേറ്റുവാനും ജ്ഞാനവും നീതിയും അറിവുമുള്ളവരായി വർത്തിക്കുവാനും ഒന്നാം വായനയും, നീതിപൂർവകമല്ലാത്ത ആചാരാനുഷ്ഠാനങ്ങളും അധർമ്മം നിറഞ്ഞ പ്രവൃത്തികളും ദൈവം വെറുക്കുന്നുവെന്ന് രണ്ടാം വായനയും, ദൈവത്തിന്റെ നിയമത്തിനു മുൻപിൽ, അതായത് മിശിഹായുടെ സ്നേഹത്തിന്റെ മുൻപിൽ എല്ലാവരും സ്വീകാര്യരാണെന്നും അതിന് മിശിഹായുടെ നിയമമനുസരിച്ച് ജീവിക്കണമെന്നും പൗലോസ് ശ്ലീഹായും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മിശിഹായുടെ നിയമത്തിന്റെ ജീവിതം എപ്രകാരമാണെന്ന് സുവിശേഷ ഭാഗം പഠിപ്പിക്കുന്നു. തിന്മയെ നന്മ കൊണ്ട് വിജയിക്കുവിൻ, മറ്റുള്ളവർ എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവരായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. ഇതാണ് മിശിഹായുടെ ഭാവം. ഇതായിരിക്കണം മിശിഹായുടെ അനുയായിയുടെ ജീവിത ശൈലിയും. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.